ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ 11ാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വീക്കെൻഡിൽ ഈ ഒരാഴ്ചത്തെ എവിക്ഷനും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് ഈ ഒരാഴ്ചത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ്, വേസ്റ്റ് പെർഫോമേഴ്സ്, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഈ ഒരാഴ്ചത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഹൗസ്മേറ്റ്സ് എല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്നത് ജെഫ്രി, പവിത്ര, അതുപോലെ തന്നെ മുത്തുകുമാർ. ഈ 3 പേരെയാണ് ഹൗസ്മേറ്റ്സ് എല്ലാം ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ടാസ്കുകളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ് ബെസ്റ്റ് കൊടുത്തത്. ഒരു നല്ല രീതിയിൽ എല്ലാ ടീമിലെ എല്ലാ മെമ്പേഴ്സും ഒരു പരിധി വരെ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ ഓരോ ടാസ്കുകളും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീക്കിലി മൊത്തത്തിലുള്ള ഓരോ കണ്ടസ്റ്റൻസിന്റെയും പെർഫോമൻസുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസും തന്നെ അല്ലെങ്കിൽ മികവ് പുലർത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ടാസ്കുകളിലാണെങ്കിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബെസ്റ്റ് പെർഫോമേഴ്സിൽ പലരെയും ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനകത്ത് ജെഫ്രി, പവിത്ര, മുത്തുകുമാർ ഹൗസ് മെമ്പേഴ്സ് തെരഞ്ഞെടുത്തു. എന്നാൽ ഈ പിങ്ക് ടീമിലുണ്ടായിരുന്ന അൻഷിതയെ കൂടി ഈ ഒരു ബെസ്റ്റ് പെർഫോമേഴ്സിലായിട്ട് ഇവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. കാരണം 2 ടീമിനെതിരെ നല്ല ശക്തമായി തന്നെ ഈ ഒരു ടീമിൽ ഇവർ 2 പേരും അവസാനം വരെ നിന്നിരുന്നു. എന്നാൽ ബെസ്റ്റ് പെർഫോമേഴ്സിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, വേസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഉള്ള ഇതിൽ ഹൗസ് മെമ്പേഴ്സ് എല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യ, അതുപോലെ തന്നെ അൻഷിത എന്നിവരെയാണ്. ഇതിൽ സൗന്ദര്യ ശരിയാണ് ആ ഒരു ടീമിൽ, നമ്മുടെ റെഡ് ടീമിൽ വിശാല്, അരുണ്, സൗന്ദര്യ ആദ്യത്തെ ഇതിൽ തന്നെ പുറത്തായി. അവർ ആദ്യം നടത്തിയ ഒരു ഫൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മികച്ചതായിട്ടൊന്നും തന്നെ ചെയ്തില്ല. ആ ഒരു എൻ്റയർ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ പ്രത്യേകിച്ച് പെർഫോമൻസുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പം ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് സൗന്ദര്യ ഒരു വേസ്റ്റ് പെർഫോമർ ആയിട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ അടുത്തൊരു ആള് വന്നു കഴിയുമ്പം യെല്ലോ ടീമിൽ വിജയിച്ച ടീമിലാണെന്നുണ്ടെങ്കിലും രഞ്ജിത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. വേസ്റ്റ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു എൻ്റയർ വീക്കും കൂടെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നമുക്ക് ഒരു വേസ്റ്റ് പെർഫോമർ എന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അൻഷിതയെ നമുക്ക് അതിനകത്ത് ഒരിക്കലും ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. ബെസ്റ്റ് ഇനി കൊടുത്തില്ലെങ്കിൽ പോലും വേസ്റ്റ് എന്ന കാറ്റഗറിയിലേക്ക് വരത്തില്ല. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാല, അരുണ എന്നിവരിലേക്ക് ആരിലേക്കെങ്കിലും ഒരാൾക്ക് കൊടുത്ത്, അതുപോലെ തന്നെ സൗന്ദര്യ ഇവരിലേക്ക് എങ്കിൽ കൊടുത്ത് നമുക്ക് ആ ഒരു വേസ്റ്റ് പെർഫോമേഴ്സിനെ ഒഴിവാക്കാമായിരുന്നു. ബട്ട് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 2 ടീമുകൾക്കെതിരെ മികച്ച രീതിയിൽ നിന്ന ആ ഒരു പിങ്ക് ടീമിലെ മെമ്പർ കൂടിയായിട്ടിരുന്ന അൻഷിത വേസ്റ്റ് പെർഫോമർ ആയിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൗസിലെ ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന മുത്തു, മഞ്ചരി, ജാക്ലിൻ എന്നിവരുടെയൊക്കെ ഒരു എന്താ പറയുക, അവർക്കെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് എപ്പോഴും റോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ട്, എതിർത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ അടിച്ച് ഏൽപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് തന്നെ ഒരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു 24/7 ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം മലയാളി ആയതുകൊണ്ടും മലയാളി മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. കാരണം ഇവർക്കെതിരെ സംസാരിച്ചൊക്കെ അൻഷിത അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു ടാസ്കിനിടയിൽ പോലും പല രീതിയിലുള്ള ഫൈറ്റുകളും ആർഗ്യുമെന്റ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നവർക്ക് നേരെ വരുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവരെ അടിച്ചമർത്താൻ വേണ്ടി ഇവർ തെറ്റ് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് റോങ് ആയിട്ട് കുറെ സംഭവങ്ങൾ ഇവർ പല ക്യാമറ പ്രസൻസിലും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു ബെസ്റ്റ് വേസ്റ്റ് പെർഫോമേഴ്സ് രീതിയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയൊക്കെ വേസ്റ്റ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഹൗസ് മെമ്പേഴ്സിന്റെ ഒക്കെ ഒന്ന് അവസ്ഥ നോക്കി എത്തൊക്കെ രീതിയിലാണ് അവരുടെ ഉള്ളിലെ ഒരു എന്താ പറയുന്ന പോയിസൺസ് പുറത്തേക്ക് വരുന്ന ബെനഗൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഓരോരുത്തരും ഓരോ കണ്ടസ്റ്റൻസിനെയും അവർക്ക് കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അല്ലാത്തവരെയൊക്കെ അടിച്ചമർത്തുക. ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരാഴ്ചത്തെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് മുത്തു, അതുപോലെ തന്നെ ജെഫ്രി, പവിത്രയും, അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ട് സൗന്ദര്യയും ഈ പറയുന്നത് പോലെ അൻഷിതയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നുന്നത്? ഈ ഒരു ഡിസിഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതുപോലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ പറയാം. വലിയ നല്ലവനായിട്ട് നടിക്കാൻ തുടങ്ങിയ മുത്തുവിന് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും അടുത്തൊരു വീഡിയോയിൽ പറയാം.